ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റിയെടുത്തൊരു സ്വീറ്റ് ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. 10 മില്യൺ വ്യൂവേഴ്സ് കിട്ടിയ റെസിപ്പിയാണിത്. 10 മില്യൺ വ്യൂവേഴ്സ് കിട്ടാൻ മാത്രം എന്താണ് ഇതിലുള്ളതെന്ന് അറിയാൻ വേണ്ടി ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ വ്യൂവേഴ്സിനനുസരിച്ച് തന്നെ കാര്യമുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. വെറുതെ പറയുന്നില്ല. പിന്നെ അതുപോലെ നമ്മുടെ ബിസ്ക്കറ്റിനെ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ തോന്നത്ത് പോലുമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ ആരാറൂട്ടിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. ഈ ഒരു ബിസ്ക്കറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കെമിക്കൽസും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മെയിനായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ മക്കൾ ഇത് അധികം കഴിക്കില്ല, കാരണം ഷുഗർ കണ്ടൻ്റ് ഒക്കെ ഇതിലധികം അത്ര കുറവാണ്. നമുക്ക് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അവരൊക്കെ അധികം ഓറിയോ ഡാർക്ക് ഫാൻറ്റസി പറഞ്ഞ് പോകുന്ന പിള്ളേരല്ലേ. പക്ഷേ നല്ലൊരു ബിസ്ക്കറ്റാണ് കേട്ടോ ഈ ആരാറൂട്ട്. അപ്പോൾ അതിന് ഞാൻ 2 സെറ്റ് എടുത്തിട്ടുണ്ട്. ആ പാക്കറ്റ് പൊട്ടിച്ചാൽ തന്നെ ആദ്യം കാണുന്ന 2 സെറ്റില്ലേ, അത്രയും ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മിക്സിയുടെ ജാറിലേക്ക്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് അളവിൽ പാലാണ്. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല്, ഫ്രിഡ്ജിൽ വെച്ച പാലില്ല കേട്ടോ, നമ്മൾ വെളിയിൽ വെച്ചിട്ടുള്ള അതേ പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. 1 ഗ്ലാസ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവും കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ സ്പൂണുള്ളതിൻ്റെ വാനില എസൻസ് ആണ്. ഇത് ചേർക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ ആ ഒരു സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 4 കോഴിമുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ എഗ്ഗിൻ്റെ അളവ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ ഈ അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് പറയുമ്പോൾ 2 സ്പൂൺ അളവിലാണ് കേട്ടോ. അധികം മധുരം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മധുരം കുറച്ചത്. പക്ഷേ നമ്മളെ പുഡിങ് എപ്പോഴും നല്ല സ്വീറ്റ് ആയിരിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാട്ടോ. നമ്മൾ ബാറ്റർ മിക്സിയിൽ അടിച്ചെടുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നാവിൽ വെച്ച് നോക്കി മധുരം കുറവ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് പഞ്ചസാരയും കൊട്ടുകൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ അളവിൽ പഞ്ചസാര ഒരു നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് എടുക്കുക കേട്ടോ, മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പുഡിങ് ആയിക്കഴിഞ്ഞ് സെർവ് ചെയ്യുന്ന സമയത്ത് ആ മുകളിൽ ഈ ബ്രൗൺ കളറിൽ കാണാൻ നല്ല ഭംഗിയാണ്. അതിന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ അത്. പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത പാടെ തന്നെ നമ്മൾ ഇതേപോലെ ചുറ്റിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര കട്ടിയായി പോകും. അതുകൊണ്ട് ചൂടോടെ തന്നെ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത് വെച്ചിട്ട് നമ്മുടെ മിക്സിയിൽ നമുക്ക് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ, ലൂസ്. അധികം ലൂസായി പോയാലും പേടിക്കേണ്ട, നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം കുറച്ച് കൂടുന്നേ ഉള്ളൂ. പിന്നെ അധികം കട്ടിയാവാൻ നിൽക്കരുത്. അത്യാവശ്യം ബാറ്റർ നല്ല കട്ടിയായിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല കേട്ടോ. അതാണ് നല്ല ലൂസിൽ തന്നെ എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ടാപ്പ് ചെയ്തെടുത്താൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല, കറക്റ്റായി നിൽക്കട്ടെ. നമ്മളിതാ ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഈ പാത്രം വെച്ച് ആവി കയറ്റാനാണ് വെക്കുന്നത് കേട്ടോ. നല്ല എയർ ടൈറ്റുള്ള പാത്രം തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത പാൽ ഞാൻ ഈ ഒരു പാത്രം എടുത്ത് പിന്നെ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടോ, കാരണം ഇതിൻ്റെ മൂടി അത്ര എയർ ടൈറ്റ് അല്ല, ആവി വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആവി കയറ്റി എടുക്കുന്ന സമയത്ത് ഒരു പാത്രം വെക്കുമ്പോൾ അതിൻ്റെ മൂടി നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു കൊടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സമയം നല്ലപോലെ കൂടുകയും ചെയ്യും, ഗ്യാസൊക്കെ നല്ലപോലെ ചിലവാകുകയും ചെയ്യും. അപ്പോൾ ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടോ. കുക്കറിൻ്റെ നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കും, ഇഡ്ഡലി കുക്കറാണ്. അപ്പോൾ ഇതിൽ ഞാനിതൊരു 40 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. 40 മിനിറ്റ് വെച്ചപ്പോൾ നല്ലപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 30 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒന്ന് കുത്തി നോക്കി, എൻ്റെ ആവേശം കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിയിലൊരു കുഴി പോലെ വരും ചെയ്തു. പക്ഷേ കാര്യമൊന്നുമില്ല കേട്ടോ, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകും, കാണാൻ കുറച്ച് അവങ്ങിയായി തോന്നുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ചൂടായിരിക്കുന്ന സമയത്ത് വേറെ പാത്രത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇടയ്ക്ക് ഇതേപോലെ വരിക. തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ചസാര അടിയിൽ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കും പാത്രത്തിൽ നിന്ന്. പിന്നെ നമുക്കത് ഇളക്കി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. പക്ഷേ തണുപ്പിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ നല്ല ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് തണുത്തിട്ട് തന്നെ കഴിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് ബിസ്ക്കറ്റിനൊക്കെ ഉണ്ടാക്കിയാൽ തോന്നുകയില്ല. പിന്നെ നല്ല സോഫ്റ്റും ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ മകനെയും ഭയങ്കര ഇഷ്ടമായി. അവൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ അവൻ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പോൾ ടാറ്റാ.